യു എ ഇയിൽ കനത്ത മഴ തുടരുന്നു. കഴിഞ്ഞ 75 വർഷത്തിനിടെ ഏറ്റവും ശക്തമായ മഴയാണ് ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയത്. 1949-ൽ മഴ വിവരങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ മഴയാണ് ചൊവ്വാഴ്ച യു എ ഇയിൽ പെയ്തത്. അൽ ഐനിലെ ഹൈതമുൽ ഷഹ്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. മഴക്കെടുതി അതിരൂക്ഷമാണ്. റാസൽ ഹൈമയിൽ മഴവെള്ളപ്പാച്ചിലിൽ ഒരാൾ മരിച്ചു. റാസൽ ഹൈമയിലെ വാദി ഇസ്ഫാനിയിലാണ് മഴവെള്ളപ്പാച്ചിലിൽ കുടുങ്ങി 40 വയസ്സുകാരനായ UAE സ്വദേശി മരിച്ചത്. വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം തകർന്നതിനാൽ ദുബായിൽ നിന്നുള്ള ഫ്ലൈ ദുബായ് വിമാനങ്ങൾ റദ്ദാക്കി. UAEയുടെ പല ഭാഗങ്ങളിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. റൺവേയിൽ വെള്ളം കയറിയതിനാൽ ദുബായ് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ചൊവ്വാഴ്ച താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. 45-ലേറെ വിമാനങ്ങൾ റദ്ദാക്കി. ദുബായിലേക്ക് വരുന്ന മുഴുവൻ വിമാനങ്ങളും കാലാവസ്ഥ മെച്ചപ്പെടുന്നതുവരെ സമീപ എയർപോർട്ടുകളിലേക്ക് തിരിച്ചുവിടുകയാണ്. ദുബായിൽ നിന്നുള്ള ഫ്ലൈ ദുബായിയുടെ മുഴുവൻ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഹൈമ, അൽ ഐൻ തുടങ്ങി മിക്ക UAE നഗരങ്ങളും രൂക്ഷമായ വെള്ളക്കെട്ടിലാണ്. മെട്രോ സ്റ്റേഷനുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ദുബായ് മെട്രോ സർവീസുകൾ പലതും റദ്ദാക്കി. റെഡ് ലൈനിൽ UAE എക്സ്ചേഞ്ച് മുതൽ ഇൻ്റർനെറ്റ് സിറ്റി വരെയുള്ള സർവീസ് നിർത്തിവെച്ചുവെന്ന് RTA അറിയിച്ചു. 7 എമിറേറ്റുകളിലും കനത്ത മഴയാണ് പെയ്യുന്നത്. പ്രധാന ഹൈവേ ആയ ഷെയ്ഖ് സായിദ് റോഡിൽ വെള്ളം കയറിയതിനാൽ യാത്രികർക്ക് മറ്റ് ഹൈവേകൾ തിരഞ്ഞെടുക്കുമെന്ന് RTA അറിയിച്ചു. മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടത്തും റോഡുകൾ തകർന്നു, കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. മേൽക്കൂര തകർന്ന് ബഹുനില കെട്ടിടങ്ങൾ വരെ ചോർന്നൊലിച്ചു. വെള്ളക്കെട്ടിൽ 100 കണക്കിന് വാഹനങ്ങളാണ് കുടുങ്ങി നാശനഷ്ടം സംഭവിച്ചത്. സ്കൂളുകളിൽ ബുധനാഴ്ചയും ഓൺലൈൻ പഠനം തുടരും. സർക്കാർ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകി. ബുധനാഴ്ച വടക്ക് കിഴക്കൻ എമിറേറ്റുകളിൽ മഴ തുടരും. ഗൾഫ് മേഖലയിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായി UAEക്ക് പുറമെ ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, സൗദി എന്നിവിടങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു.